ഡിയർ അങ്കിൾ, ഞാനിവിടെ പുതുതായിട്ട് ജോലിക്ക് ഡ്രിൽ മാഷ അല്ല, ഡ്രൈവറാ. എങ്കിലേ ഏൽപ്പിക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി. ഷൈൻ ചെയ്യാനും റൊമാൻറ്റിക് ആവാനും ഒന്നും നിൽക്കല്ലേ. ഊണ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറഞ്ഞു. അല്ലാതെ നമ്മളായിട്ട് ചോദിക്കുന്നതല്ല അല്ലേ? ഈ മഞ്ഞ നിറം നിന്നെ പിന്നെയും സുന്ദരിയാക്കുന്നു. ഐ ലൈക്ക്, ഐ ലവ്. ഈ സ്ഥാപനം കൊള്ളാക്കുന്ന രീതിയിലാണ് മുതലാളുടെ പോക്ക്. രാവും പകലും കഠിനാധ്വാനം ചെയ്ത് മൂപ്പനുണ്ടാക്കിയല്ലേ, എന്തെങ്കിലും ആക്കിക്കോട്ടെ, നമുക്ക് കുയ്യെണ്ണ അപ്പം നിന്നാ പോരെ. ഈ പോക്ക് പോയാ എന്റെ അപ്പത്തിന്റെ കാര്യം കടമാണ്. വന്നുകൂടിയിട്ടില്ലേ ഒരു കക്ഷി, ആ യക്ഷി എന്റെ കഴുത്തിലാ കയറി പിടിച്ചിരിക്കുന്നത്. എന്റെ കഞ്ഞിരവൻ പാറ്റായിട്ട അവന്റെ വയറ്റിൽ ഞാൻ പൂഴിയിടും. നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. കെട്ടും തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാ. നമസ്കാരം ചേട്ടാ. 100 ആയിസ പറഞ്ഞു വാക്ക് നായിനെ കിട്ടില്ല. ആള് മുന്നില്. ചേട്ടാ, വാക്ക് നായിലേക്കല്ല, നാക്ക് വായിലേക്ക്. ഞാൻ പറയായിരുന്നു, സാറിന്റെ ആ നടപ്പും ആ തലയെടുപ്പും ഏതവനോട് സ്നേഹമായിട്ടുള്ള പെരുമാറ്റം, കണ്ണും മൂക്കും സംസാരവും ശരി എല്ലാം ഞാൻ കേട്ടു. എന്ത് കേട്ടാലും കേട്ടില്ലെങ്കിൽ, ആർക്ക് സുഖിച്ചാലും സുഖിച്ചില്ലെങ്കിലും വന്നു പറ്റിയ സ്ഥിതിക്ക് ഈ സച്ചി അല്ല യക്ഷി കുറച്ചു നാളിവിടെ കാണും. ഓടിവാട ഓടിവാട കുഞ്ഞിരാമ. കഴിഞ്ഞിട്ട് വേണ്ട, വേമ
മോളെ ഓടല്ലേ വീഴും. കേറുമോളെ, ലേറ്റായി. വാ പോ. നാരായണന്റെ കാലം കഴിഞ്ഞു കുഞ്ഞു. വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവറില്ലേ, പുതിയ ഇറക്കുമതി. നീ അവനാ കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനാ. എന്നിട്ട് അയാളെന്തേ? ഹായ്. ഡ്രൈവറുടെ സൗകര്യത്തിന് എന്നാ കുഞ്ഞിനെ സ്കൂളിൽ കയറ്റില്ല. എത്ര മണിക്കാ ക്ലാസ്? 9:30. ഇവിടുന്ന് കിലോമീറ്റർ 14. ഇപ്പൊ സമയം എന്തായി? 9:20. കിടക്കര കേറന്നേ. ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണാനിരിക്കുന്നത്. ഇനി എന്ത് കാണാനാ? 9:30 ക്ലാസ്, 14 കിലോമീറ്റർ. ഇപ്പോ 9:20. അപ്പൊ 1 മിനിറ്റിൽ 1.5 കിലോമീറ്റർ പോയാൽ 10 മിനിറ്റിൽ 15 കിലോമീറ്റർ. ക്ലാസ് തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുമ്പ് ചിന്നുമോൾ സ്കൂളിൽ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് മുമ്പേ എത്തി. തിരിച്ചു പോകുമ്പോ നാരായണ വണ്ടി ഓടിച്ചാൽ മതി. ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് കുട്ടിയെ സ്കൂളിലെത്തി. നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞില്ല. ബൈ. ഒരിക്കൽ നീ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാ എന്റെ കുഞ്ഞിനെ. അതേ നിന്റെ കൈകൊണ്ട് തന്നെ ഒരു അപകട ഭീതി ഉണ്ടാകാന്ന് വെച്ചാൽ എന്റെ ചിന്നുമോളുടെ കാലില് ഒരു മുള്ളു കൊള്ളുന്ന പോലും സഹിക്കാനുള്ള കരുത്ത് ഇന്നിരിക്കില്ല. നിന്നിൽ നിന്ന് ഉത്തരവാദിത്വവും സത്യസന്ധതയും കുറെ ഏറെ പ്രതീക്ഷിച്ചാൽ തെറ്റാവും. ഇല്ല, എനിക്കിത് വിശ്വസിക്കാവോ? സാറിന് സച്ചിദാനന്ദനെ വിശ്വസിക്കാം. എങ്ങാണ്ട് നിങ്ങൾ വന്നു, അങ്ങുന്നിന്റെ കരളി കസേരിട്ട് അങ്ങോട്ട് ഇരുന്നു. ഓ, നമ്മളെ സച്ചിന്റെ കാര്യല്ലേ? ആഫീസിലെ കാര്യങ്ങൾ ഒരു ഏൽപ്പിക്കണമെന്നാ കേട്ടെ. ആരെങ്കിലും ജീവിച്ചു പോട്ടടോ. നമ്മൾ ഈ കയ്യും കാലിട്ടും വാഴുന്നത് നമ്മളെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ. എത്ര ഭാര്യാലും തിരിച്ചേ കിട്ടുള്ളൂ. അല്ല, ഞാൻ കണ്ടിടത്തോളം നാളെ ഉഷാറാണ്. എന്തേ പൂരപ്പറമ്പിൽ പട്ടി കുടുങ്ങിയ പോലെയാ ഇപ്പോ എന്റെ ഇവിടുത്തെ ഒരവസ്ഥ. അങ്ങോട്ടും ഓടിയിട്ടും രക്ഷയില്ല, ഇങ്ങോട്ടും ഓടിയിട്ടും രക്ഷയില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ ഭയമുള്ളൂ, ഈ ചീച്ച. ഷുഗറും പ്രഷറൊക്കെ ജാസ്തിയാവുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ആഴ്ച 4ാമത്തെ മാസത്തിൽ അവനവന്റെ തലയിൽ വരയ്ക്കുന്നുണ്ട് പടച്ചോൻ. പലർക്കും വല്ലതും തിന്നിട്ട് അത് മാഞ്ഞു പോവാണെങ്കിൽ പടച്ചോ പിന്നെ എന്തിനാണോ ഈ പണിക്ക് നിൽക്കുന്നത്? ഇന്നിപ്പോ ഇത് എത്രാമത്തെ തവണയാ? വല്ലപ്പോഴും ഒരല്പം മാത്രം തിന്നണതല്ലേ. നടക്കട്ടെ നടക്കട്ടെ. കുട്ടി, ഫിഷ് പർച്ചേസ് ചെയ്യാൻ കാശ് വാങ്ങിച്ചോ? അല്ല, ഞമ്മടെ ബാപ്പക്ക് മീൻ കച്ചവടം. What do you mean? നിങ്ങൾ മീനും കിടന്ന് മരിച്ചിട്ടുണ്ട്. ആ വൗച്ചറും കൂട്ടി ഒപ്പിട്ടേ ഒരട്ടെ. മേലിൽ ഞാൻ അറിയാതെ ലോക്കൽ പർച്ചേസിംഗ് വേണ്ട. മീൻ വാങ്ങിയാലൊരു വൗച്ചർ, അത് കൂട്ടാൻ പറ്റിയ ഒരു വൗച്ചർ, തിന്നാൻ വേറെ വൗച്ചർ വേണം. ഇതാ, ഒരു പണിയും ചെയ്യാണ്ട് തൊപ്പിയും കുപ്പായോട്ട് വെറുതെ നടന്ന് തിന്നവർക്ക് വൗച്ചർ വേണ്ടി വരും. ഈ സ്ഥാപനത്തിന് എന്നെ വേണ്ട, ഞങ്ങൾ പറഞ്ഞു വിട്ടേക്ക്. ആര് പിടിച്ചു വെച്ചിരിക്കണു? പോക്കൂടെ അയ്യാക്ക. എന്റെ അമ്മേ, ഒന്ന് നിയന്ത്രിക്കണോ? എനിക്ക് ഹാർട്ടും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള അതും കൂടി തലയിലേക്കോട്ട് കയറും.
ആ പെട്ടിങ് വന്നേ. പെട്ടി വേണമെങ്കിൽ തരാം, പക്ഷെ ഇതിനകത്ത് ഒരുപാട് കാശ് ഇരിപ്പുണ്ട്. അത് തരത്തില്ല. 3-4 എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ളതാണെന്നാ മുതലാളി പറഞ്ഞു. പിടിച്ചു വാങ്ങിക്കണം. നിന്നെയൊക്കെ കൈയും കാലും കെട്ടി അടുത്ത പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കണ്ട. പിന്നെ പോട്ടെ. എന്തായി? കുക്കിന് വെച്ചു, വെച്ചവൻ ചങ്കിന് കൊണ്ടു അല്ലേ? അടിച്ച് കയ്യും കാലും പിടിച്ച് വിട്ടില്ലേ അവൻ? എന്നോട് ചോദിക്കാതെ ഇമ്മാതിരി വൃത്തികൾ കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ? ക്ഷമിക്കണം, മേലിലും കാശും മറ്റും കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അതിനുള്ള തന്റെ ഇടം അവനുണ്ടോ? കാശിനോട് ആശയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. പരീക്ഷണം അല്ല, തനിക്ക് ചെറുപ്പത്തിൽ ഇത്രയും ബുദ്ധിയുണ്ടോ? ഇനിയിപ്പൊ അതും പറഞ്ഞ് എന്നെ ഇങ്ങനെ കുത്തിക്കിറിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റിപ്പോയി. തനിക്ക് പറ്റിയാ മതി. അവന്മാരെല്ലാം ചുരുങ്ങിയത് 1 മാസം കെട്ടി ചികിത്സിക്കേണ്ടത് ഞാനാ, മനസ്സിലായോ? ആട്ടെ, താനാണ് ആളെ വിട്ട് തല്ലിച്ചതെന്ന് അവനെ കഴിഞ്ഞ് അറിഞ്ഞാൽ അല്ല അറിയാവോ സ്വഭാവം? എന്റെ ഈശ്വര, എന്തിനാ എന്നെ പിന്നെയും ചതിച്ച്? നീ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും. അതിന് വേറൊരു പണിയുണ്ട്. വേറെ പുതിയ പിണിയും കൂടെ ഒന്ന് പോയി ഇത് എടുത്തു പോകും. ഏട്ടന്റെ എത്രയും പ്രിയപ്പെട്ട സിന്ധുമോൾക്ക് ഫീസ് അടയ്ക്കാനും മറ്റുമുള്ള 500 രൂപ അയക്കുന്നു. താമസത്തിന് ക്ഷമിക്കില്ലേ ഏട്ടന്റെ മോളെ? ജോലി തിരക്ക് കൊണ്ടാണ് കൂടെ എന്റെ മോളെ വന്ന് കാണാൻ പറ്റാത്തത്. മനസ്സിൽ എന്തുമാത്രം സങ്കടമുണ്ടെന്നറിയാമോ? വെറുതെയാ, എന്നെ കാണാൻ കൊതിയില്ലാഞ്ഞിട്ട് തന്നെയാ. എപ്പോ നോക്കിയാലും ഒരു കമ്പനിയും വിസിറ്റിംഗും. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് ഈ മാസം മുതൽ കൂടുതൽ രൂപ അയക്കുന്നു. കുറെ കാശ് കയ്യിൽ വരുമ്പോ നീ ഒരു ചീത്ത കുട്ടിയാവരുത് കേട്ടോ. അറിയാലോ, വർഷങ്ങളായിട്ട് മാസാമാസം മുടങ്ങാതെ നിന്റെ പേരിൽ 3000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. നാളെ ഒരു അത്യാവശ്യം വരുമ്പോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി എന്റെ മോളെ യോഗ്യനായ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കണ്ടേ ഞാൻ? സച്ചിദാനന്ദ ഭാഗ്യലക്ഷ്മി സ്പോർട്ടിംഗ് ഏജൻസി, കൊടൈക്കനാൽ, തമിഴ്നാട്. ലവിങ് സിന്ധുമോൾ. ചേട്ടന്റെ പ്രിയപ്പെട്ട സിന്ധുമോൾ. താനെന്താ തരം കിട്ടുന്നിടത്തൊക്കെ തലയിടാൻ നിൽക്കുക? പോയി സത്യം പിടിച്ചു പാടൂ. ഇവിടെ ഇയാള് അമ്പട കള്ള
വലിയ കമ്പനിയിൽ ജോലി, അനിയത്തിക്ക് വേണ്ടി ആയിരങ്ങൾ സമ്പാദിക്കുന്നു. കൊള്ളാമല്ലോ. അനിയത്തിക്ക് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. 3 മാസത്തെ കണക്കിനുള്ളിൽ തന്നെ 1,68,000 രൂപയുടെ കുറവ്. എന്റെ ഈശ്വര, ഇക്കണക്കിന് ഓരോന്നോരോന്ന് എടുത്ത് നോക്കിയാ. ഇവന്റെ പേരിലുള്ള എല്ലാ കണക്കുകളും ഫയലുകളും വൈകുന്നേരം ബംഗ്ലാവ് എത്തിക്കാൻ പറയണം. ഇപ്പൊ തന്നെ പറയാം. ഹലോ, അതെ, ഹോൾഡ് ഓൺ. ഹലോ, അതെ, ഞാൻ പുറപ്പെടുകയായി. അതെ, ഞാൻ തന്നെയാണ് വരുന്നത്, ശിവനല്ല. ഞാൻ തന്നെ. എക്സ്പോർട്ടേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഉണ്ട്, കൂടെ സച്ചി വന്നാൽ മതി.